ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ചധികം നാളായിട്ട് ഇപ്പം വ്ളോഗോ ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന്. അപ്പം ഇടയ്ക്ക് വെച്ച് എനിക്ക് മടിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിനന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ എടുക്കുന്നത് ചതയ ദിവസത്തെയാണ് കേട്ടോ. ചതയത്തിനന്ന് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ചതയം ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ നമ്മൾ പോയിട്ട് അവിടെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ റെഡിയാവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന ധൃതിയിൽ അവരൊക്കെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും അവരെല്ലാം തലേദിവസം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും രാവിലെ തന്നെ ഓട്ടോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ നമ്മൾ സ്കൂട്ടിയിൽ പോവാന്ന്. അപ്പോൾ ഞാനുണ്ട്, നന്ദനയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിക്കാനുണ്ട്. രാവിലത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇഡലിയും കടലക്കറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ദോശയാണ് കേട്ടോ കടലക്കറി. പക്ഷേ ഇഡലി കടലക്കറി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെയൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വേഗം തന്നെ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഐഷുവും നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. ഐഷു ആണെങ്കിൽ അവരുടെ കൂടെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം വരാൻ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. ഇവിടെ നിന്ന് അത്ര ദൂരം വരെ നമുക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണെന്ന്. പിന്നെ നമ്മൾ ഓണത്തിന് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ നാൾ മുന്നേ ഞാൻ എടുത്തൊരു ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഡ്രസ്സ് ചേച്ചി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഫ്താനാണ്. കഫ്താനുണ്ട്, ഫ്രോക്ക് നൈറ്റ് ഉണ്ട്. ഇവർക്കൊരു ഷോപ്പ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കഫ്താനൊക്കെ ഒരുപാട് കളറുകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആയിരുന്നു കേട്ടോ. പിന്നെ നന്ദനയാണെങ്കിൽ ഇങ്ങനെ തയ്ക്കുന്ന പരിപാടി, ചേച്ചിയാണെങ്കിൽ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് കേട്ടോ. ഞാനും അവിടെ ഇന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വക ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന്. അങ്ങനെ സാമ്പാറിനുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത ശേഷം കുക്കറിലാക്കി വേവിച്ച ശേഷം പിന്നെ ഉള്ള മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ സാമ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അങ്ങനെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വേഗം കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പം നമ്മൾ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ കട വരുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ നെയിൽ പോളിഷ്, ഒരുപാട് കമ്മലുകളായാലും മാലകളായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഷോപ്പിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ DM ചെയ്താൽ കേട്ടോ. അങ്ങനെ കടയിൽ തിരിച്ച് വന്ന ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മോരുകറിയും സാമ്പാർ, പിന്നെ അച്ചാർ, ഇഞ്ചിക്കറി. ഓണം ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞാനും നന്ദനയുടെ കുഞ്ഞ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം എല്ലാവരും എൻ്റെ വീഡിയോ എടുത്ത് പാസ് ചെയ്ത് പോവാണ് കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കുമ്പോഴേ പറയുന്നുണ്ട് ഞങ്ങളെ ഇടല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരെയും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിട്ടുന്ന ആൾക്കാരെല്ലാം എൻ്റെ വീഡിയോയിൽ വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ നമ്മൾ പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഐഷുവിനായിട്ട് കൂടുതൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഓക്കെ, ബൈ.